കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും രക്ഷിക്കാനാണ് കേന്ദ്ര ഏജൻസികളുടെ ശ്രമമെന്നും മുഖ്യമന്ത്രിയെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറല്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെയും ആരോപണം ശക്തമാക്കിയാണ് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയുടെ വാർത്താ സമ്മേളനം KPCC ഓഫീസിൽ നടന്നത്. കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെയും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മുഖ്യമന്ത്രിയും ഏജൻസികളും തമ്മിൽ ധാരണയിലാണ്. മുഖ്യമന്ത്രിയെ രക്ഷിച്ചെടുക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ ചെയ്യുന്നത്. രാഷ്ട്രീയമായി ഇരു കൂട്ടരും ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ നാഷണൽ ഹെറാൾഡ് കേസ് വ്യാജമായി തട്ടിക്കൂട്ടിയതാണ്. നിയമപരമല്ലാത്തതൊന്നും യങ് ഇന്ത്യ ചെയ്തിട്ടില്ല. സാമ്പത്തിക ഇടപാടുകൾ ഒന്നും നടന്നിട്ടില്ല. നിയമപരമായാണ് പാർട്ടി കേസിനെ നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലാവ്ലിൻ കേസിൽ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാകുന്നില്ല. ഇതിനെല്ലാം പ്രതിഫലമായി കുഴൽപ്പണ കേസിൽ BJP നേതാക്കളെ രക്ഷപ്പെടുത്തിയെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് വിലപേശാനുള്ളതാണ് ഈ കേസുകളൊക്കെയെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. അതൊരു ചോദ്യമാണ്. ഞങ്ങൾ പറഞ്ഞ മറുപടി CPM ഉൾപ്പെട്ടത് മുഖ്യമന്ത്രി ഉൾപ്പെടേണ്ടിയിരുന്നതുമായ ഏത് കേസാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്? എല്ലാ കേസിലും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും CPM നേതാക്കളെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എല്ലാ സെൻട്രൽ ഏജൻസികളും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് എന്തൊരു ബഹളമായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ മീഡിയയ്ക്ക് വരെ ഇവിടെയുള്ള സെൻട്രൽ ഏജൻസീസ് കംപ്ലീറ്റ് കാര്യങ്ങൾ ചോർത്തി തരുമായിരുന്നു. മുഴുവൻ കാര്യം ചെയ്യുന്നത് വൺ ഫൈൻ മോർണിംഗ്, ഒരു സുപ്രഭാതത്തിൽ അവരെല്ലാം അവസാനിപ്പിച്ച് കെട്ടും കിടക്കയായിട്ട് അവർ തിരിച്ചുപോയി. ഒരു കേസും ഉണ്ടായില്ലല്ലോ. SNC ലാവ്ലിൻ കേസ് 34 or 35 പ്രാവശ്യമായി സുപ്രീം കോടതിയിൽ CBI ഫയൽ ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും സമയത്ത് കേസ് എടുക്കുമ്പോൾ CBIയുടെ ലോയർ അവിടെ ഹാജരായിട്ടുണ്ട്. കേസ് പോസ്റ്റ്പോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ ആ കേസ് എടുക്കാൻ അപ്പീൽ കൊടുത്ത അപ്പലന്റായ CBI ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരു തരത്തിലും കേരളത്തിലെ ഗവൺമെന്റിനെയോ കേരളത്തിലെ മുഖ്യമന്ത്രിയെയോ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കേസ് ഇതുണ്ടായിട്ടില്ല. പണ്ട് വന്നത് മുഖ്യമന്ത്രി തന്നെ കത്തെഴുതിയിട്ടാണ്. മുഖ്യമന്ത്രി അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് സെൻട്രൽ ഏജൻസീസിനെ വിളിച്ചു വരുത്തിയത്. സെൻട്രൽ ഏജൻസീസ് അദ്ദേഹത്തെ പൂർണ്ണമായി അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കേസ് ഞങ്ങൾ ഉന്നയിച്ച ആരോപണമാണോ? മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് ഞങ്ങൾ ഉന്നയിച്ച ആരോപണമാണോ? പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണമാണോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച ആരോപണം അല്ല. ഇത് CMRL എന്ന് പറയുന്ന കമ്പനി ഇൻകം ടാക്സ് ട്രൈബ്യൂണലിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ കൊടുത്തിരിക്കുന്ന ഒരു കേസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഒരു കേസാണ്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള അലിഗേഷൻ വന്ന എല്ലാ കേസിലും സെൻട്രൽ ഏജൻസീസ് കേരള ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയും സേവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ തമ്മിൽ ധാരണയാണ്. അതിന് പകരമായിട്ട് കുഴൽപ്പണ കേസ് അങ്ങോട്ട് സഹായിച്ചു കൊടുത്ത് തിരിച്ച് സഹായിച്ചു കൊടുത്തു. ഒറ്റ BJP-കാരൻ പ്രതിയായില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, കുഴൽപ്പണം പിടിക്കുമ്പോൾ ആദ്യം 2 കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഒന്ന്, എവിടെ നിന്നാണ് പണം വന്നത്? 2, ഒറിജിനേറ്റ് ചെയ്തത് എവിടെ നിന്നാണ് പൈസ? 2, ഡെസ്റ്റിനേഷൻ എവിടെയാണ്? ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്? അതുപോലെ ഏജൻസിയും കേരളത്തിലെ വിജിലൻസും അന്വേഷിച്ചില്ലല്ലോ, ആരും അന്വേഷിച്ചില്ലല്ലോ. അതേസമയം സംസ്ഥാനത്ത് ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ 4ാം വാർഷികാഘോഷം എന്ന പേരിൽ ധൂർത്ത് നടത്തുന്നത് പരിഹാസ്യമാണെന്ന് വി.ഡി. സതീശൻ ആരോപിച്ചു. കോടികൾ ചിലവഴിച്ചാണ് ആഘോഷമെല്ലാം നടത്തുന്നത്. വികസന പ്രവർത്തനങ്ങൾ മുടങ്ങി. ജലജീവൻ മിഷന് കൊടുക്കാൻ പണമില്ല. ആശമാർ ദിവസങ്ങളായി സമരം ചെയ്യുന്നു. ഇതിനൊന്നും പണമില്ലാത്ത സർക്കാരാണ് കോടികൾ മുടക്കി പ്രചാരണ മാമാങ്കം നടത്തുന്നത്. ജനങ്ങളുടെ മുന്നിൽ പിണറായി ഒരു പരിഹാസ കഥാപാത്രമായി മാറരുത്. മുഖ്യമന്ത്രി ഈ മാമാങ്കം അവസാനിപ്പിച്ച് ആ പണം ആശമാർക്ക് കൊടുക്കണമെന്ന് പ്രഖ്യാപിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ഈ ആഘോഷങ്ങളിൽ നിന്ന് പിന്മാറാൻ ധൈര്യമുണ്ടോ എന്നും പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. M5 ന്യൂസ്, തിരുവനന്തപുരം.